ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു എഗ്ഗ് റൈസാണ്. ടൊമാറ്റോ എഗ്ഗ് റൈസ് കുട്ടികളെല്ലാം നല്ലപോലെ ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് 2 കോഴിമുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. നമ്മൾ 2 ആൾക്കുള്ളതാണ് കാണിക്കുന്നത്. ഒരു 200 ഗ്രാമിലധികം ഉണ്ടാകും. ബസുമതി റൈസാണ്. അപ്പോൾ ബസുമതി റൈസ് നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ബോയിൽ ചെയ്തെടുക്കാനായിട്ട് വെള്ളം ഒരു പാത്രത്തിൽ വെച്ചു. അല്പം ഉപ്പും 2 പട്ട 2 ഗ്രാമ്പും ഇട്ട് കൊടുത്തു. വെള്ളം തിളയ്ക്കുന്ന സമയത്ത് കഴുകി വെച്ച ബസുമതി റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലപോലെ തിളപ്പിച്ച് ഇതിൻ്റെ വെള്ളം ഊറ്റി കളയുകയാണ് ചെയ്യുക. ഇപ്പോൾ അതാ ഒരു 3-4 മിനിറ്റ് ഞാൻ അതിന് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൈസ് അങ്ങനെ വെന്തിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ അതിലേക്ക് വെള്ളം വറ്റിയിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 ഗ്ലാസ്. അതുകൂടി ഒഴിച്ചു കൊടുത്ത് 2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചു. ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ടുള്ള വേവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനിതെല്ലാം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി. ഇനി നമുക്കത് ഉണ്ടാക്കാം. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. ഒരു 1/2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടുക. ആ 2 കോഴിമുട്ട ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. 1 സ്പൂൺ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ടൈറ്റായിട്ട്. അപ്പോൾ ആ എണ്ണയിലേക്ക് ഒരല്പം മുളക് പൊടി ഇട്ടിട്ട് ഈ മുട്ട പുഴുങ്ങിയതിൻ്റെ ഈ വശം ആ കോൺഫ്ലവറിലേക്ക് മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ആ എണ്ണയിലൊന്ന് മൊരിയിച്ചെടുക്കുക. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ആ മുട്ടയുടെ ഉണ്ണി ഇളകി പോകാതെ കിട്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും മുട്ട ഒരുപാടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ അല്പം മുളക് പൊടിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇപ്പോൾ 2 വശം ഇട്ട് ഞാനൊന്ന് മൊരിയിച്ചെടുത്ത് എന്നിട്ട് അത് വേറൊരു ബൗളിലേക്ക് മാറ്റി. ഇനി അതേ ഫ്രൈ പാനിലേക്ക് തന്നെ ഒരു 1.5 സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു വലിയ സവോള കട്ട് ചെയ്തത് ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് അതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് കീറി ചേർത്തു. നല്ലതുപോലെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ റൈസ് ബോയിൽ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം കണക്കാവും. ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചതച്ചത് 1 സ്പൂണ് അതുകൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് ബോക്സിൽ കൊടുക്കാനും കുട്ടികൾക്കൊക്കെ നല്ലൊരു ഇഷ്ടപ്പെടും. പിന്നെ ഒരു 1.5 തക്കാളി ഇതേപോലെ കട്ട് ചെയ്ത് അതുകൂടി ചേർത്തു. എന്നതിന് ശേഷം ഒന്നുകൂടി നല്ലതുപോലെ വഴറ്റുക. ഇപ്പോൾ തക്കാളിയും സവോളയൊക്കെ ഈ ഒരു കണ്ടീഷനായിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം 1/4 സ്പൂണ് മുളക് പൊടിയും ഒരു അല്പം മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂണ് കുരുമുളക് പൊടിയും 1/2 സ്പൂണ് ബിരിയാണി മസാലയും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അല്പം ചെറുനാരങ്ങയുടെ നീര് ഒരു 3/4 സ്പൂണ് കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് 2-3 സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കണം. അതുകൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി ആ വെള്ളം ഒന്ന് വറ്റട്ടെ. ആ മസാലയൊക്കെ ഒന്ന് വെന്ത് വരാനാണ്, ആ മസാലയൊക്കെ ഒന്ന് ചേർന്ന് പിടിക്കാൻ. ഇപ്പം നല്ല കറക്റ്റായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആ റൈസ് അതിലേക്ക് തട്ടി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മളെ ടൊമാറ്റോ എഗ്ഗ് റൈസ് സൂപ്പറായിട്ട് കിട്ടും. കുട്ടികളൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും. ഇപ്പോൾ ചോറൊന്നും കുട്ടികൾ അധികം കഴിക്കില്ല. അവർക്കൊക്കെ ഇതേപോലുള്ള റൈസ് തന്നെ വേണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ റൈസ് മൊത്തം ഞാൻ അതിലേക്ക് തട്ടി കൊടുത്ത് പതുക്കെ ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടത് മിക്സ് ചെയ്താൽ മതി. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ അതിലേക്ക് 1 സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തു. ഇനി അതിലേക്ക് ബോയിൽ ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ച മുട്ട പീസ് അതും കൂടി ചേർത്ത് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ഇപ്പോൾ റൈസൊക്കെ നല്ല വെന്ത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് സെറ്റാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്ത് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളതൊന്ന് അടച്ച് വെക്കുകയാണ്. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടില്ല. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഫ്ലെയിം ഓഫാക്കുക. എന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറക്കുന്നത്. അപ്പോൾ നമ്മൾ അടിപൊളി ടൊമാറ്റോ എഗ്ഗ് റൈസ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ്. ബസുമതി അരിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടിപൊളിയായില്ലേ? കുട്ടികളൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും. എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്